MSC കപ്പൽ കമ്പനിയുടെ 13,000 കോടിയുടെ നിക്ഷേപം വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്നതായിരിക്കും അദാനിയുമായുള്ള അനുബന്ധ കരാറിൽ സർക്കാരിന്റെ മുഖ്യ വ്യവസ്ഥ. എല്ലാ കപ്പലുകൾക്കും പ്രാപ്യമായ തുറമുഖമായി വിഴിഞ്ഞം നിലനിർത്തണമെന്നതാവും മറ്റൊന്ന്. MSC കമ്പനിക്ക് കുത്തകയുണ്ടാവില്ലെന്ന് ഉറപ്പാക്കാനാണിത്. അദാനിയും ഇത് അംഗീകരിക്കുന്നതോടെ ഓഹരി ഇടപാടിന് അനുമതി നൽകും. നിക്ഷേപത്തുക പൂർണ്ണമായും തുറമുഖത്തിന്റെ അടുത്തഘട്ട വികസനത്തിന് ഉപയോഗിക്കുമെന്ന് ഇതിലൂടെ ഉറപ്പാക്കാം. ഇനിയുള്ള 3 ഘട്ടങ്ങൾക്ക് 19,000 കോടി മുടക്കേണ്ടത് അദാനി മാത്രമാണ്. ഇതിനുള്ള പണം കണ്ടെത്താൻ വായ്പയടക്കുന്നതിന് പകരമായാണ് ഓഹരി കൈമാറുന്നത് എന്നാണ് അദാനി വിശദീകരിക്കുന്നത്. MSCക്കോ അവരുടെ അനുബന്ധ സ്ഥാപനങ്ങൾക്കോ മാത്രമായി പ്രത്യേക ബർത്ത് അവകാശങ്ങളും ഉണ്ടാവില്ല. തുറമുഖത്തെ ഓപ്പൺ ആക്സസ് പോർട്ടായി നിലനിർത്താനാവും. ഇനി നിർമ്മിക്കുന്നതിലെ ഒരു ടെർമിനൽ MSCക്ക് മാത്രമായി നൽകുന്നതും കരാറിൽ പരിഗണിച്ചേക്കും. പ്രവർത്തനവും ഫണ്ട് വിനിയോഗവും സുഗമമാക്കാൻ അദാനി രൂപീകരിച്ചതാണ് അദാനി വിഴിഞ്ഞം തുറമുഖ കമ്പനി. തുറമുഖത്തെ എല്ലാ നിക്ഷേപവും ഇടപാട് നടത്തുന്നത് അദാനി കമ്പനിയുടെ അക്കൗണ്ടിലൂടെയാണ്. സർക്കാരിന് ഓഡിറ്റ് ചെയ്യാനാവുന്നതാണ് ഇതിലെ ഇടപാടുകൾ. ഇതിലേക്കാണ് MSCയുടെ 13,000 കോടി നിക്ഷേപം എത്തുന്നത്. അദാനി വിഴിഞ്ഞം തുറമുഖ കമ്പനിയിൽ ഏറ്റവും കുറഞ്ഞത് 26% ഓഹരി അദാനിക്കുണ്ടാവണമെന്നാണ് നിലവിലെ കരാർ വ്യവസ്ഥ. 74% ഓഹരി കൈമാറ്റം ചെയ്യാമെന്ന അർത്ഥം. നിലവിൽ 49% MSC കമ്പനിക്ക് കൈമാറുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ളതാണ് വിഴിഞ്ഞം തുറമുഖം. അദാനിയുമായി പൊതു സ്വകാര്യ പങ്കാളിത്തം ഉണ്ടാക്കിയിട്ടുമുണ്ട്. തുറമുഖത്തിന്റെ നിർമ്മാണം, വികസനം, നടത്തിപ്പ് എന്നിവയെല്ലാം അദാനിയുടെ ചുമതലയാണ്. ഡിസൈൻ, ബിൽറ്റ്, ഫിനാൻസ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫോമർ മാതൃകയാണിവിടെ. 40 വർഷം നടത്തിപ്പ് അവകാശമുണ്ട്. അതിനുശേഷം സർക്കാരിനും അദാനിക്കും താൽപര്യമുണ്ടെങ്കിൽ 20 വർഷം കൂടി നീട്ടാമെന്നാണ് കരാർ. സാങ്കേതികമായി കേരള മാരിടൈം ബോർഡാണ് തുറമുഖത്തിന്റെ ഉടമസ്ഥർ. തുറമുഖത്തിന്റെ നിർമ്മാണ മേൽനോട്ടത്തിനും റോഡ് റെയിൽ കണക്ടിവിറ്റി അടക്കം സജ്ജമാക്കാനും വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനമുണ്ട്. കൂറ്റൻ മദർഷിപ്പുകൾ അടുക്കാവുന്നതും അതിവേഗം വളരുകയും ചെയ്യുന്ന തുറമുഖമാണെങ്കിലും വിഴിഞ്ഞം രേഖകളിൽ എന്നെന്നും മൈനർ പോർട്ടായിരിക്കും. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലും ഉടമസ്ഥതയിലുള്ളവയ്ക്ക് മാത്രമേ മേജർ പദവി ലഭിക്കൂ. കൊച്ചിയിലേത് കേന്ദ്ര നിയന്ത്രണത്തിലായതിനാലാണ് മേജർ. സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥതയിലുള്ളവയെല്ലാം മൈനറാണ്. തുറമുഖ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അധികാരമുള്ള കൺകറന്റ് ലിസ്റ്റ് ആയതിനാൽ വിഴിഞ്ഞം തുറമുഖത്തിനായുള്ള സംസ്ഥാനതല നിയമങ്ങൾ കേന്ദ്ര പോർട്സ് ആക്ട്, മാരിടൈം ബോർഡ് ആക്ട് എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഇവയ്ക്ക് സംസ്ഥാന ഫണ്ടും സ്വകാര്യ നിക്ഷേപവുമാണ് ആശ്രയം. നിർമ്മാണ ഘട്ടത്തിൽ പൊതു സ്വകാര്യ പദ്ധതിയാണെങ്കിൽ കേന്ദ്രം വയബിലിറ്റി ഗ്യാപ് ഫണ്ട് നൽകാറുണ്ട്. മൈനർ പോർട്ടുകൾ കേരളത്തിൽ 17 എണ്ണമുണ്ട്. വിഴിഞ്ഞത്തിന്റെ ശേഷിയില്ലെങ്കിലും കേന്ദ്രത്തിന്റെ ഉടമസ്ഥതയിൽ രാജ്യത്താകെ 13 മേജർ തുറമുഖങ്ങളുണ്ട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, മുംബൈ, ഗോവ, മംഗളൂരു, കൊച്ചി, കൊൽക്കത്ത, ഒഡീഷ, വിശാഖപട്ടണം, ചെന്നൈ, എണ്ണൂർ, തൂത്തുക്കുടി, പോർട്ട് ബ്ലെയർ എന്നിവയെല്ലാം മേജർ തുറമുഖങ്ങളാണ്. മേജർ തുറമുഖങ്ങൾക്ക് കേന്ദ്ര ഫണ്ടും സ്വന്തം വരുമാനവുമുണ്ട്. കേന്ദ്ര ഉടമസ്ഥതയിലുള്ള കൊച്ചി തുറമുഖത്തെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ദുബായ് ആസ്ഥാനമായ DP വേൾഡിന്റെ കൈവശമാണ്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റുമായിട്ടുണ്ടാക്കിയ കരാർ പ്രകാരമാണ് ഇതിന്റെ പ്രവർത്തനം. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 25%-ലധികം ഓഹരി കൈമാറ്റം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ്. ഈ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അനുബന്ധ കരാർ രൂപീകരിക്കുന്നത്. വിദേശ നിക്ഷേപവും ആഗോള കമ്പനികളുടെ പങ്കാളിത്തവും വരുന്ന പശ്ചാത്തലത്തിൽ ദേശീയ സുരക്ഷയും പൊതുതാൽപര്യവും പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ടായിരിക്കും അന്തിമാനുമതി പത്രം നൽകുക. ആഗോളതലത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് ശൃംഖലയുള്ള കമ്പനികളിലൊന്നായ MSCയുമായുള്ള ഈ പങ്കാളിത്തം വിഴിഞ്ഞത്തെ അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി അതിവേഗം മാറ്റാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.